സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ട ഒരു കക്ഷിയുണ്ട്. അത് ജീവനില്ലാത്തൊരു കക്ഷിയാണ്. അതിൻ്റെ പേരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. മറ്റത് തങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാവരും EVM-ൻ്റെ നെഞ്ചത്തോട്ട് പാഞ്ഞു കയറുകയായിരുന്നു. രാഹുൽ ഗാന്ധി ദില്ലിയിൽ കിടന്ന് ബഹളുണ്ടാക്കുമായിരുന്നു. രാഹുൽ ഗാന്ധി പറയും കേരളത്തിൽ ഇപ്പോൾ LDF വന്നത് അല്ലെങ്കിൽ BJPക്ക് ഒരു 10-20 സീറ്റ് കിട്ടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ EVM ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ EVM-ൻ്റെ നെഞ്ചത്തേക്ക് ആരും കയറുന്നില്ല. അത് തെലങ്കാനയിൽ പിന്നെ കോൺഗ്രസ് ജയിച്ചപ്പോഴും കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴും EVM നല്ലതാണ്. വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് തോറ്റാൽ അപ്പോൾ EVM മോശമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ടുള്ള ആക്ഷേപം കേൾക്കാനില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ക്രമക്കേട് എന്ന് പറയുന്നത് പിന്നെ ബംഗാളിൽ ഈ ഇലക്ഷൻ 4-ാം തീയതി ആകുമ്പം അവിടെ വോട്ടെടുപ്പ് എല്ലാം ആദ്യം കഴിഞ്ഞതിന് ശേഷം മെയ് 4-ാം തീയതി വോട്ടെടുക്കുമ്പോൾ മെയ് 2-ാം തീയതി റീപോളിംഗ് നടന്നു 15 ബൂത്തുകളിൽ. ആ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത് BJPയും CPM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടാണ്. അവരാണ് പറഞ്ഞത്. അവരുടെ കോൺഗ്രസും CPM-ഉം ചേർന്ന് അവരുടെ കൂട്ടത്തിൻ്റെയും അതേപോലെ തന്നെ BJPയുടെയും ചിഹ്നങ്ങൾ മെഷീനുകളിൽ മറച്ചു വെച്ചിരുന്നു എന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ റീപോളിംഗ് നടന്നത്. അപ്പോൾ ആരെ തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി നടത്തിയിരുന്നത്? മമതാ ബാനർജി ഇത്തവണ കടമൊടുക്കിയത് എന്തുകൊണ്ടാണ്? കാലങ്ങളായിട്ട് ബംഗാളിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റില്ലായിരുന്നു. പഴയ അവിടുത്തെ സഖാക്കളൊക്കെ നാട്ടിലൂടെ പുറോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റൊന്നിനും നാട്ടിൽ പോകാൻ ധൈര്യമില്ല. അപ്പം ഇത് കേന്ദ്രസേന ഇറങ്ങിയപ്പം CRPF അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവർക്ക് ധൈര്യമായിട്ട് വോട്ട് ചെയ്യാം. മറ്റേ സ്റ്റേറ്റ് പോലീസ് ആണെങ്കിൽ അവരും ഈ തൃണമൂലിൻ്റെ ഗുണ്ടകളുടെ കൂടെ കൂടിയിട്ട് വേണമെങ്കിൽ ഇവരെ എൻകൗണ്ടറിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഈ CPM-കാരെയും കോൺഗ്രസ്സുകാരെയും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സമാധാനമായി സ്വസ്ഥമായി പോയി വോട്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം, ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കി തീർത്തു എന്നുള്ളതാണ്. അതുമല്ല, സർവ്വകാല റെക്കോർഡാണ് പോളിംഗ് ശതമാനത്തിൽ. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാതിരുന്ന ആളുകൾ വിനിയോഗിച്ചപ്പോൾ അത് BJPക്ക് അനുകൂലമായി. സ്വാഭാവികമായും അവരുടെ ഏറ്റവും നമ്പർ 1 ശത്രുവായിട്ട് അവർ കാണുന്നത് തൃണമൂൽ കോൺഗ്രസിനെയാണ്. അപ്പോൾ CPM-ൻ്റെ ആൾക്കാരാണെങ്കിലും കോൺഗ്രസിൻ്റെ ആൾക്കാരാണെങ്കിലും തങ്ങളുടെ പാർട്ടിക്ക് സാധ്യതയില്ല എന്ന് കണ്ടപ്പം അവരത് ആ വോട്ട് BJPക്ക് കൊടുത്തു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അവരുടെ പാർട്ടി ജയിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ജയിക്കില്ല എന്നവർക്ക് അറിയാം. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് തോക്കണമെങ്കിൽ എന്തുവേണം, അപ്പുറത്ത് വോട്ട് കൊടുക്കണം. അങ്ങനെ വോട്ട് കൊടുത്തു. മാത്രമല്ല, 15 ബൂത്തുകളിൽ റീകൗണ്ടിങ് നടത്തിയത് ഇവരുടെ പരാതിയിലാണ്. വേറെ ആരും പരാതി കൊടുത്തിട്ടല്ല. തൃണമൂൽ കോൺഗ്രസ് പരാതി കൊടുത്തില്ല. അവിടെ കേന്ദ്ര ഏജൻസികൾ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തി അല്ലെങ്കിൽ കേന്ദ്രസേന അട്ടിമറി നടത്തി എന്ന് പറഞ്ഞിട്ടല്ല പ്രശ്നം ഉണ്ടായത്. മമത തോക്കാനായി എന്ന് കണ്ടപ്പോൾ രാത്രി ഭ്രാന്ത് പിടിച്ച് വട്ട് പിടിച്ച് പോളിംഗ് കൗണ്ടിംഗ് ബൂത്തിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ ഈ തട്ടിപ്പ് നടത്തിയത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് പോലീസിനെ മറികടന്ന അവസാന ഘട്ടത്തിൽ കേന്ദ്രസേന മൊത്തം ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള പോയ ആളുകൾക്ക് സമാധാനത്തോടെ വോട്ട് ചെയ്യാൻ പറ്റിയത്. അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് മമതയുടെ 15 വർഷം നീണ്ടു നിന്ന ഈ ദുർഭരണം, അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ് പറയാറുള്ളത്, പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്വജനപക്ഷപാതത്തിനും മുൻകൈ എടുത്ത, ദുർഭരണം നടത്തിയ, ശബ്ദമുയർത്തുന്ന സാധാരണക്കാരെ അടുത്ത് ഗുണ്ടാരാജ്യം നടത്തിയ ഒരു ഭരണത്തെ തൂത്തെറിയാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇനി EVM എന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് ആരും വരരുത്. രണ്ടാമത്തെ കാര്യം, അവിടെ മമത തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് CPM-ഉം കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള പാർട്ടികളാണ്. എന്തായിരുന്നാലും റിസൾട്ട് വന്നു. BJPക്കാരെ ആശ്വസിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം വങ്കനാട് അവർക്കൊരു കിട്ടാക്കിനിയായിരുന്നു, ഒരു ബാലികാറാമല്ലായിരുന്നു. പ്രത്യേകിച്ചും മറാത്തി ദേശീയത പോലെ, തമിഴ് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന സ്റ്റാലിനെ ചവിറ്റുകൊട്ടേക്ക് എറിഞ്ഞ ആൾക്കാർ കണ്ടല്ലോ. മറാത്തി ദേശീയത പറഞ്ഞുകൊണ്ടിരുന്ന ശിവസേനയുടെ ബാൽ താക്കറെയുടെ കാലശേഷം അയാൾ ചത്തുപോയതിനു ശേഷം അയാളുടെ മക്കളെയും ഉദ്ധവ് താക്കറെയുടെ മോൻ മറ്റേ താക്കറെയും എല്ലാം പിടിച്ച് ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. നാളെ ആരെങ്കിലും കേരള ദേശീയവാദം മലയാള ഭാഷ മാത്രമേ ഇവിടെ പഠിപ്പിക്കാൻ പാടുള്ളൂ, ഇവിടെ ഹിന്ദി പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ വലിയെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മനോഹാരിത. നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒന്നുണ്ട്, ഇന്ത്യക്കാരൻ എന്നുള്ളൊരു തോന്നൽ. അത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുന്ന ഒരു നീണ്ടു കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വൈവിധ്യം. ഇങ്ങനെ ഒരു മണ്ണ് ലോകത്ത് വേറെ എവിടെയല്ലേ? നമുക്ക് അരുവികളുണ്ട്, കുന്നുകളുണ്ട്, മരുഭൂമിയുണ്ട്. സഹാറ പോലെയുള്ള വലിയ മരുഭൂമികളുണ്ട്. പരീക്ഷണങ്ങൾ വരെ നടത്താൻ പറ്റുന്ന അത്ര വലിയ വിശാലമായ മരുഭൂമികളുണ്ട്, മലകളുണ്ട്, കുന്നുകളുണ്ട്, കടലുണ്ട്, കടൽ തീരമുണ്ട്, കായലുകളുണ്ട്, മഴക്കാടുകളുണ്ട്.
365 ദിവസവും മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ എടുത്തു നോക്ക്. മൂന്നാറിലെ കാലാവസ്ഥയല്ല കൊച്ചിയിലുള്ളതല്ല മലപ്പുറത്തുള്ളത്. പാലക്കാട് ചൂട് അതിൻ്റെ പീക്കിൽ നിൽക്കുക. അട്ടപ്പാടിയിലോട്ടാണ് കയറി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുക. പാലക്കാട് നിന്ന് തന്നെ മണ്ണാർക്കാട് നിന്നാണ്ട് വയലിൽ കയറി കഴിഞ്ഞാൽ. ഇടുക്കിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വാഗമണ്ണിലോ അല്ലെങ്കിൽ മൂന്നാറിലോ പോയാൽ അവിടെ വേറെ കാലാവസ്ഥ. വയനാട്ടിൽ ചുരം കയറിയിട്ട് കോഴിക്കോട് നിന്നാണ്ട് കയറി കഴിഞ്ഞാൽ താമരശ്ശേരി ചുരാണ്ട് കയറി പോയി കഴിഞ്ഞാൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തണുപ്പ്. അങ്ങനെയുള്ളൊരു വൈവിധ്യം, പാടം, എല്ലാം എന്തെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങൾ. ആ വൈവിധ്യങ്ങൾക്കിടയിൽ നമ്മളെ കൂട്ടിയിണക്കുന്ന ഒന്നാണ് നമ്മുടെ ആ ഒരുമയുടെ സന്ദേശത്തെ ഇല്ലാതാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പണ്ട് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാദേശിക പാർട്ടികൾ ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം കൊണ്ടുവന്നിരുന്നു. അതാണ് ബംഗാൾ ദേശീയത, ബംഗാളിൻ്റെ ദേശീയത കൊണ്ടുവരാൻ മമതാ ബാനർജി ശ്രമിച്ചത്. അതിനകത്ത് ബംഗ്ലാദേശി നിന്നും നുഴഞ്ഞു കയറിയ തീവ്രവാദികൾക്ക് വരെ റേഷൻ കാർഡും ആധാർ കാർഡും ഉണ്ടാക്കി കൊടുക്കാൻ മുൻകൈ എടുത്തതല്ല. തമിഴ് ദേശീയത പറഞ്ഞുകൊണ്ട് പണ്ട് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ടെക്കികൾക്കും ബാക്കിയുള്ളവർക്കും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുക. അവർക്ക് ഇംഗ്ലീഷ് മതി. IIT നിന്നും പിന്നെ ഒക്കെ പാസ്സായി പോകുന്നവർക്ക് അത് മതി. അതേസമയം അവിടുന്ന് MTechും BTechും ഒക്കെ എടുത്ത് പോകുന്നവർക്ക്, അതേസമയം സാധാരണ ലേബർ ജോലിക്ക് ഗൾഫിലേക്ക് ഒരു തമിഴിന് പോകാൻ പറ്റില്ല. കാരണം അവന് ഹിന്ദി അറിയില്ല. ഹിന്ദി നിർബന്ധ. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഭാഷ പഠിക്കുന്നത് എന്താ കുഴപ്പം? അപ്പോൾ അവരുടെ തമിഴ് ദേശീയത തകരുത്രേ. ഇതേ സാധനം പലയിടത്തും എടുത്തു. മറാത്ത ദേശീയത, മറാത്തികളല്ലാത്തവരൊന്നും അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി. അവസാനം അവിടെ ഹോട്ടലിൽ പണിക്കാൻ ആളില്ല, പിന്നെ മറ്റേ തേപ്പ് കടകളില്ല, ഇത് തുണി ഇസ്തിരി ഇട്ടിട്ട് പിന്നെ അലക്കി ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ആൾക്കാരില്ല. എല്ലാവരെയും അടിച്ചു പൊടിച്ചു. മറാത്തികളെ ഈ പണിക്ക് കിട്ടണമില്ല. അപ്പം അങ്ങനെ താക്കറയുടെ യുഗം അവസാനിക്കുന്നു. മറാത്ത ദേശീയത എന്ന് പറയുന്ന സാധനത്തിനെ കാലത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ തമിഴ് ദേശീയതയെയും ഈ ബംഗാൾ ദേശീയതയും ബംഗാളിൻ്റെ ദേശീയതയും അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന പറഞ്ഞത്, മറ്റുള്ളവരുടെ ആചാരങ്ങൾ കൊണ്ടിരുന്ന പറഞ്ഞത്. അങ്ങനെ അതിനെ മറികടക്കാനാണ് വളരെ മനോഹരമായി നരേന്ദ്രമോദി കാളിക്ഷേത്രത്തിൽ തന്നെ ചെന്നത്. അവിടെ മത്സ്യം കിട്ടില്ല, മത്സ്യം കിട്ടാതാവുന്ന ഈ BJP ഭരിക്കുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ വിഭവങ്ങൾ പട്ടിയിറച്ചി ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങളാണ്. പട്ടിയിറച്ചി വരെ കടിക്കും അവിടെ നോർത്ത് ഈസ്റ്റിൽ. അവിടെ ക്രിസ്ത്യൻ സമുദായമാണ് കൂടുതലുള്ളത്. അവർക്കൊന്നും ഇറച്ചിയില്ലാതെ ഒരു ദിവസം ഒരു ഭക്ഷണം കഴിക്കില്ല. ബംഗാളികൾക്ക് മീനില്ലാത്ത ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല. എവിടെ നമ്മളെ മലയാളിക്ക് ഒരു ഉണക്കമീൻ്റെ കഷ്ണമെങ്കിലും ഇല്ലാതെ ചോറ് കണ്ട് ഇറങ്ങൂല, പ്യുവർ വെജിറ്റേറിയൻ ആൾക്കാർക്ക്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ എല്ലാം തകർച്ചയായി. ഇനി ബംഗാളൊന്നും കിയാമനാൾ വരെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള അവസ്ഥയാണ്. എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, നാടിനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തുന്നവർ, ഒരു രാജ്യത്തിനകത്ത് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അത് കാവേരിയുടെ പേരിൽ കർണാടകയും തമിഴ്നാടും തമ്മിലും, മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ കേരളവും തമിഴ്നാടും തമ്മിലും ഒരിക്കലും ഒരു സംഘർഷവും ഉണ്ടാവരുത്. അത് ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഒരു കലാപമുണ്ടായാൽ തമിഴ്നാട്ടിൽ ജോലിയെടുക്കുന്ന മലയാളികളെ അതിൻ്റെ കൃതി അനുഭവിക്കണം. ഇവിടെ ചെരുപ്പ് കുത്താൻ വരുന്ന അല്ലെങ്കിൽ ആക്രി പറക്കി ജീവിക്കുന്ന തമിഴ്നാട്ടുകാരനെ അതിൻ്റെ കൃതി അനുഭവിക്കണം. ഒരു ദിവസം അവിടെ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നാടൊക്കെ നാറി പുറത്തു പോകും. അവരിവിടെ വന്നിട്ട് ആക്രി പറക്കി കൊണ്ടുപോകുന്നുണ്ടാ. മലയാളികൾ ആരെങ്കിലും ഈ ആക്രി പറക്കാൻ കിട്ടുമോ? ആ എറണാകുളത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ബാക്കിയുള്ളടത്തൊക്കെ പിന്നെയും ഉണ്ടാവും കുറച്ചൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് തന്നിട്ടുള്ള സന്ദേശം വീണ്ടും ഇതുതന്നെയാണ്. ഒരിക്കൽ കൂടി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. നാക്കുളുക്കുണ്ട്, നാക്ക് ടങ്കങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ ആൾക്കാർ പറയും. എന്തായിരുന്നാലും ചില വാക്കുകൾ കിട്ടൂല എന്ന്. എങ്ങനെയാണ് നമ്മൾ പിന്നെ ഭാഷാ പണ്ഡിതനൊന്നല്ലല്ലോ, അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും എനിക്കിങ്ങനെയൊക്കെ ഉച്ചാരണശുദ്ധിയുള്ളൂ. പണ്ടാരോ പറഞ്ഞ പോലെ പിന്നെ കോളേജിൽ പരിപാടി നടക്കുകയാണ്. അപ്പം കോളേജിൽ പരിപാടി നടക്കുമ്പോൾ അനൗൺസ്മെൻ്റ് എടുത്തന്നെ ഏൽപ്പിച്ചു. അപ്പം പിന്നെ അവൻ പറഞ്ഞു, അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് അച്ചടശ്ലോക മത്സരം, എല്ലാവരും ഉച്ചാരണശുദ്ധിയോടെ ചൊല്ലണം എന്ന് പറഞ്ഞ പോലെ തൽക്കാലം എനിക്ക് ഇത്രയൊക്കെ ഉച്ചാരണശുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ചാനലിൽ എന്തെങ്കിലും ചെയ്യുന്നത്.